ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വേഗം വിട്ടേക്കണം, എന്നിട്ട് വേണം ഇവിടെ തടവാൻ. പോയിട്ട് വേഗം വരാട്ടോ തങ്കക്കുടങ്ങളെ, വേഗം വരാൻ. എന്ത് നല്ല പാട്ടാ. വലിക്കില്ല ആളുകൾ കാണും. നാറി, മേലിൽ ആവർത്തിക്കരുത്. മേലിൽ ആവർത്തിക്കാണ്ട് തലയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ. എടാ പുല്ല, നീ എന്റെ വീട്ടിൽ കയറി മേലിലും തലയ്ക്കൊന്ന് സുഖം ഉണ്ടാക്കാൻ വേണ്ട. ആ വാടകയ്ക്ക് ആളെ കിട്ടി. അപ്പോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നിട്ടല്ലോ. തപ്പിക്കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല, ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്ക് വാക്ക് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി രൂപ 1000 അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കുക. നീ വാ. ഞാനങ്ങോട്ട് വരില്ല, പുലിയോലവും എന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ വാ. ശരിയാവില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെ. എന്താ? അതെയോ, എന്നാ പോവാ. സൂര്യ നെല്ലിക്ക. ഇയാള് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത? ഇതാണ് താത്ത. ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത്. വൈഫാ? വേറെ ആളുടെ. ഞാനൊരു എഞ്ചിനീയറാ, മേരീഡല്ല, പക്ഷെ വളരെ ഡീസന്റാ. ഞാനവിടെ താമസിക്കുന്നുണ്ട്, വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ വെടി കിട്ടി. ശല്യം മാത്രം ഉണ്ടാവൂല. താമസിക്കാൻ നോക്ക്. താമസിക്കണ്ടേ? അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ വെള്ളം നിർത്തി. അയ്യോ അതല്ല, കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളിൽ തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാൽ മതി, പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചുകൊണ്ടേ. വേഗം ചെല്ല്. താമസിക്കാൻ നോക്ക്. താത്തയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല. ഞാനങ്ങനെ വെളിയിലിറങ്ങണ സൈസ് അല്ല. ശരി. അപ്പോ ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ കോയാ, ഇനി കുളിച്ച് കയറാം. 280. ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ. പൊളിച്ച് കളഞ്ഞിട്ട് 5 സ്റ്റാർ ഹോട്ടലാക്കേണ്ടി വരുമെന്ന്. ഓ എന്ന്. എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ശാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്, സഞ്ചരിക്കാൻ ഒരു AC കാറ്, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു ഉറക്കം. അത് ശരി, ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാം. ബെസ്റ്റ് ഐഡിയ. പക്ഷെ അത് 50-50 ഇല്ല. ഇല്ലേ? അങ്ങനെയാണ് ഞാൻ ഈ കുപ്പ അഴിക്കാൻ അഴിക്കരുത്. പദ്ധതി നടപ്പിലായ തരാമടാ. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ടൻ കവിഞ്ഞിട്ടേ ആളുള്ളൂ. ഹലോ, ആരും കണ്ടില്ല. തലയ്ക്കുള്ള എക്സർസൈസാ. എക്സർസൈസ് നല്ലതാ. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തല്ലേ? തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പ്രായമായ പെമ്പിളറുള്ള വീടാ. കേൾപ്പെടാത്ത അകത്ത് പല്ല് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, പക്ഷെ ഇവിടെ തുപ്പാൻ പറ്റില്ലല്ലോ.
അവിടെ തുപ്പായിരുന്നല്ലോ. തുപ്പാൻ, പക്ഷെ ഇവിടെ നിന്ന് തേക്കാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടാ? അല്ല, എന്നെ അത്യാവശ്യമായിട്ട് 5-6 പേര് ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ ക്രിക്കറ്റ് പ്ലെയറാ, കപിൽ ദേവന്റെ ഫ്രണ്ടാ. ബൗളിംഗ് കാണണം. അയ്യോ, അച്ഛനെ ഏറുകൊണ്ടേ ഏറുകൊണ്ടേ. ചാത്തൻ, ചാത്തൻ, ഇത് ചാത്തൻ തന്നെയാ. എന്താ? എന്ത് പറ്റി? ചാത്തൻ, ചാത്തൻ. ചാത്തനൊന്നുമല്ല. ഈ മനുഷ്യൻ എന്താ കാക്ക എന്തോ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ. എന്നിട്ട് അതാ ഇവിടെ. ഞാൻ തിന്നു. ഓ, കൊല്ലാൻ നടക്കണം. കീ എടുക്കാൻ മറന്നു. ഏത് കീ? എന്ത് കീ? എന്ന് മുതലായി ഈ കപിൽ ദേവായത്? അപ്പൊ അതും കണ്ടു. കുളിക്കാൻ കയറാന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം. അതെ, രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല, അതൊക്കെ പോരെ? ഇതിലും കൂടെ കയറി മാന്തണോ? താൻ അറിഞ്ഞ ആ കല്ല് ചെന്ന് കൊണ്ടതേ പെണ്ണിന്റെ അച്ഛന്റെ കഴുത്തിനാ. എന്റെ ഫാദർ ഇല്ലായുടെ കഴുത്തിന് കല്ല് കൊണ്ടപ്പോ എന്റെ ഹൃദയത്തിൽ കല്ല് കൊണ്ടതുപോലെ എനിക്ക് തോന്നിയത്. ഫാദറില്ല. ഫാദർ ഇല്ല, എനിക്ക് ഫാദർ ഇല്ല എന്ന് പറയായിരുന്നു. പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ ഫാദർ ഇല്ല എന്നോട് ഇവിടെ പറഞ്ഞു. ഇങ്ങനെ പോയാൽ താമസിയാതെ പിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ ഇനി ഞാനൊരു രഹസ്യം പറയാം. ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ 3 വർഷമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അവളോട് പറയുമായിരുന്നു, ഗിരിനിരകളിൽ നിന്നും നിനക്ക് ഞാൻ സുഗന്ധം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും. നീല ശംഖുപുഷ്പങ്ങൾ, വയലറ്റ് ഓർക്കിഡ് പുഷ്പങ്ങൾ, പൂക്കൂട നിറയെ സ്നേഹം, ചൂരൽ കൂടെ നിറയെ ചുടുചുംബനങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പ്രണയം അനുദിനം മൊട്ടിട്ട് പൊട്ടിവിടർന്നു. മനസ്സിലായോ? എന്ത് മനസ്സിലായി? തന്റെ പ്രേമം പൊട്ടി, താൻ മുട്ടയിട്ടു. മണ്ണാങ്കട്ട കരിയില്ല. കാശിക്ക് പോയി. എപ്പോ? ഇപ്പോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ഇതുപോലുള്ള ദുർനടത്തം ഞാൻ കണ്ടാൽ ഡോക്ടറായി മാറിയ ബ്രോക്കർ വ്യാജന്റെ കഥ ഈ നാട് മുഴുവൻ ഞാൻ പാട്ടാക്കും. ചതിക്കല്ലേ പ്ലീസ്. ഇനി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. അതറിയാലോ. എന്നാ പോയി കുളിക്കാൻ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. അത്രേ ഉള്ളോ? എപ്പോഴും തന്നെ വെള്ളം കുടിപ്പിക്കാൻ ഞാനുണ്ടാവും ബാല. ബാലൻ നിന്റെ കേട്ടില്ല, ഒന്നുകൂടെ പറയോ ബാല. ബാലൻ നിന്റെ അച്ഛൻ. മേലെ 2 പേര് താമസിക്കുന്നുണ്ട്. പാവത്തുങ്ങളാ. പാവത്തിങ്ങളായോണ്ടല്ലേ ഞങ്ങളോട് ഇമാതിരി പണി ചെയ്ത്. അല്ല, ഇവന്മാര് കാട്ടിയാതിക്കാരെ. എന്താ ഇത്? തട്ടി? ആരെ തട്ടി? എവിടെയും തട്ടിയില്ല. മറ. എല്ലാത്തിനും ഒരു മറ വേണം. അതിനാണ് സാറേ ഇത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മനുഷ്യര് പോയിട്ട് 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത്ര ശരിയല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ കരള് വിങ്ങുക. കരൾ വെക്കത്തിന് പഞ്ചലോകയുടെ മവണക്കല്ലിൽ ചാലിച്ച് ആടലോടത്തിന്റെ ഇലകൾ ചേർത്തുണ്ടാക്കിയ നല്ല മുളികൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു വൈദ്യുതനാ. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കാത്തളം വെച്ച് ഗുരുഗുരു ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല. ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. പോരെ, പട മേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം കൊളച്ച് പടാന്ന് പറഞ്ഞ പോലെയായി. യുവമാർക്ക് എന്തോ ലക്ഷണ പെശകുണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ കൂഷ്മാണ്ടങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരും. മനസ്സിലായോ? എടോ പുഷ്പിള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ വിരൽ? കലക്കി ബാ. ബാലല്ലടാ പുല്ല്. സോറി, തന്റെ പേര് എപ്പോഴും തെറ്റിപ്പോവും ബാല.